ഹജ്ജിന്റെ മീഖാത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി മദീനയിൽ നിന്ന് 1,00,000-ൽ പരം വരുന്ന സ്വഹാബാക്കളെയും കൂട്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ വിശുദ്ധ മക്കത്തുൽ മുക്കറമയിലേക്ക് പുറപ്പെട്ടപ്പോൾ അവിടുന്ന് ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്ത സ്ഥലം കൂടെയാണ് ദുൽഹുലൈഫ എന്ന പഴയ നാമത്തിലും അബിയാർ അലി എന്ന പേരിൽ ഇപ്പോഴും അറിയപ്പെടുന്ന മീഖാത്ത് ദുൽഹുലൈഫ മീഖാത്ത്. ഇൻഷാ അല്ലാഹ് നമ്മൾ അവിടെ പോവും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പരിപൂർണമായ വുളൂ ചെയ്ത് അസ്ർ നിസ്കാരം നിർവഹിച്ച് ഇൻഷാ അല്ലാഹ് അസ്ർ നിസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പ് തന്നെ വലതുവശത്തേക്ക് നോക്കുക. ഈ കാണുന്ന വാഹനങ്ങൾ മുഴുവൻ ഇന്ന് മക്കയിലേക്ക് പുറപ്പെടാനുള്ള വാഹനങ്ങളാണ്. ഈ കാണുന്ന വാഹനങ്ങൾ മുഴുവൻ ഇന്ന് മക്കയിലേക്ക് പുറപ്പെടാൻ വേണ്ടി ഇഹ്റാം ചെയ്യാൻ വന്ന വാഹനങ്ങളാണ്. നല്ല തിരക്ക് അനുഭവപ്പെടും. എല്ലാവരും ഒരുമിച്ച് കൂട്ടം തെറ്റാതെ ഒന്നിച്ചു പോകാനുള്ള ശ്രമമാണ് വേണ്ടത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു തആല സന്തോഷത്തിൽ ഇഹ്റാമും ഉംറയും പൂർത്തീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. വലിയ തിരക്കുള്ള മീഖാത്താണ്. ഇപ്പോൾ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് അസ്ർ നിസ്കാരത്തിന് മുമ്പ് ഇഹ്റാമിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിക്കുന്നു എന്ന നിയ്യത്ത് വെച്ച് 2 റക്അത്ത് ഇഹ്റാമിന്റെ സുന്നത്ത് നിസ്കാരം നിർവഹിക്കുക. ഒന്നാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും 2ാം റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. ഇഹ്റാമുമായി ബന്ധപ്പെട്ട സുന്നത്തുകളിൽ ഒന്ന് കുളിക്കലാണ്. അത് നമ്മളെല്ലാവരും റൂമിൽ വെച്ച് കുളി കഴിഞ്ഞു. ഇനി ഇഹ്റാമിനേക്ക് വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ മീഖാത്തിൽ എത്തിയിട്ടുള്ളത്. ഉണ്ട് കേട്ടോ. അതിലേ എല്ലാം പിടിക്കണേ. വേറൊരാണെങ്കിലും
ഇനി അതല്ല അതിന് വസ്വാസമുള്ള ആളുകൾ എന്ത് ചെയ്യുക, അസനാദരക്കാൻ നിസ്കരിക്കുക. യാത്രക്കാരൻ എപ്പോഴും ചുരുക്കി നിസ്കരിക്കലാണ് ഉത്തമം. അപ്പോൾ അസർ നിസ്കാരം 2 റക്അത്തായി ചുരുക്കി നിസ്കരിക്കുന്നു. ഈ അസർ നിസ്കരിക്കുക. ആദ്യം ഞാൻ നിസ്കരിക്കേണ്ടത് ആ നിസ്കാരം കഴിഞ്ഞ് അസർ നിസ്കാരം കഴിഞ്ഞ് 118 ജോഡിൽ വന്ന് നിൽക്കണം. എത്ര ഇനി മറക്കരുത് കേട്ടോ. 118 ഇതാ അപ്പുറത്ത് ഒന്നുണ്ടാക്കി ഇവിടെ നിസ്കരിക്കാം കേട്ടോ. മസ്ജിദുൽ അരീഷ് ബദർ യുദ്ധ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു കൂടാരം കെട്ടി സംരക്ഷിച്ച സ്ഥലത്ത് പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പള്ളിയാണ്. لك والملك لا شريك لك لبيك اللهم لبيك اللهم لبيك لبيك لا شريك لك لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لا شريك لك لبيك اللهم لك شريك لك لبيك اللهم لبيك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك. നമ്മുടെ ഇടതുവശത്ത് കാണുന്നതാണ് شريك لك തനഈം എന്ന് പറയുന്ന പ്രദേശത്തെ മസ്ജിദുൽ ആയിഷ പള്ളി. നമ്മൾ ഹറമിന്റെ ബൗണ്ടറിയിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇവിടെ നിന്ന് 7 കിലോമീറ്റർ മാത്രമാണ് മക്കയിലേക്കുള്ളത്. ശക്തമായ ട്രാഫിക്കാണ് മക്കയിൽ എന്നാണ് അറിയാൻ സാധിച്ചത്. ഇടതുവശത്ത് കാണുന്ന തനഈം എന്ന് പറയുന്ന മസ്ജിദുൽ ആയിഷ പള്ളിയാണ് ഇടതുവശത്ത് നമ്മൾ കാണുന്ന പള്ളി. 7 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇവിടെ നിന്ന് മക്കയിലേക്കുള്ളത്. അതിശക്തമായ ട്രാഫിക്കാണ് മക്കയിൽ. റമദാൻ പ്രമാണിച്ച് തറാവീഹ് കഴിഞ്ഞ് ആളുകൾ പോകുന്ന തിരക്കാണ് ഇരുവശത്ത് നമ്മൾ കാണുന്നത്. لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا പരിശുദ്ധമായ മസ്ജിദുൽ ഹറമിനോട് നമ്മൾ ചേർന്ന് നമുക്ക് പോകേണ്ടത് മറ്റൊരു വഴിയായിരുന്നു. ട്രാഫിക് കടുത്ത നിയന്ത്രണം നടക്കുന്നത് കൊണ്ട് ഈ വഴി തിരിച്ചുവിട്ടിരിക്കുകയാണ്.
റോഡിലേക്ക് നോക്കിയാൽ തന്നെ നമുക്കറിയാം നല്ല തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ റമദാനായതുകൊണ്ട് തന്നെ ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്നും വരുന്ന ആളുകൾ അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ യാത്ര നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك والملك لا شريك لك اللهم لبيك لا شريك لك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا